ഹലോ ഹായ്. മൂൺ വാക്ക് വിനോദ് എ ഡയറക്റ്റ് ചെയ്ത മൂൺ വാക്ക് എന്ന് പറയുന്ന സിനിമയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. സിനിമയെക്കുറിച്ച് നമ്മുടെ ലിസ്റ്റ് ഷീഫനും അതുപോലെ തന്നെ ജോസ് പല്ലിശ്ശേരിയും ഇതിൻ്റെ ഈ സിനിമയെക്കുറിച്ച് സിനിമ അനൗൺസ്മെൻറ്റ് ചെയ്ത സമയം മുതൽ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ജോസ് പല്ലിശ്ശേരി ഈ സിനിമയുടെ പ്രൊഡക്ഷൻ്റെ ഭാഗമാകുന്നു എന്ന് പറയുമ്പോൾ സംതിങ് സ്പെഷ്യൽ, എന്തെങ്കിലും ഒരു സ്പെഷ്യലായിട്ട് ഈ സിനിമയിൽ ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ആ പ്രതീക്ഷയോട് കൂടി തന്നെയാണ് സിനിമയ്ക്ക് പോയിട്ടുള്ളത്. സിനിമയെക്കുറിച്ച് ഒരു സ്റ്റേറ്റ്മെന്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഈ സിനിമയുടെ മൂൺ വാക്ക് എന്ന് പറയുന്ന സിനിമയുടെ എല്ലാ പോസ്റ്ററുകൾക്കകത്തും അവരൊരു ക്യാപ്ഷൻ എഴുതിയിട്ടുണ്ട്. ചീള് പിള്ളേരുടെ ഞെരിപ്പ്. ഈ സിനിമ കറക്റ്റ് ക്യാപ്ഷനാണ്. ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ, അല്ലെങ്കിൽ ഞാൻ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് അത് തന്നെയാണ്. ചീള് പിള്ളേരുടെ ഞെരിപ്പ്. കുറച്ചധികം ഒരു 6-7-8 പേര് ചെറുപ്പക്കാരുടെ അവർ മലയാള സിനിമയിലേക്കുള്ള ഒരു മൂൺ വാക്ക്, അതാണ് സിനിമ. കിട്ടിലും പെർഫോമൻസ് പുതിയ ആളുകളാണെന്നുള്ളൊരു യാതൊരു വിധത്തിലുള്ള എന്താ പറയുക ഒരു 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 പകച്ചു നിൽക്കലോ അങ്ങനത്തെ ഒരു പരിപാടിയില്ല. ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേർക്ക് കയ്യടി കൊടുക്കേണ്ടതുണ്ട്. അതിൽ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഇതിൻ്റെ എന്താ പറയുക ആർട്ട് ഡയറക്ടർ, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ സെർച്ച് ചെയ്തിട്ട് കിട്ടിയിട്ടില്ല. ആരെങ്കിലും അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കിട്ടിലം വർക്കാണ് എന്ന് വെച്ചാൽ 80s നടക്കുന്ന ഒരു കഥയാണ്. കഥയുടെ പശ്ചാത്തലം തന്നെ 80s ആണ്. എന്ന് വെച്ചാൽ എന്താ പറയുക, നമ്മുടെ മൈക്കിൾ ജാക്സൺ ഉദിച്ചുയർന്നു നിൽക്കുന്ന ആ ഒരു ഒരു പ്രതാപ കാലഘട്ടത്തെ ഓർമ്മിപ്പിക്കുന്ന, ആ സമയത്ത് ആ ഒരു ഡാൻസിൽ മൈക്കിൾ ജാക്സന്റെ ഒക്കെ ഡാൻസിൽ ഇൻസ്പയർഡ് ആയിട്ടുള്ള അത് ഡാൻസ് പാഷനായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ കഥയാണ് പറയുന്നത്. അപ്പോൾ ആ 80s നടക്കുന്ന തിരുവനന്തപുരത്തെ ഒരു ഒരു കടലോര ഗ്രാമത്തിൽ നടക്കുന്ന ഒരു കഥ. ആ സമയത്തെ ഒരു ആംബിയൻസ് കൊണ്ടുവരാനായിട്ട് ആർട്ട് ഡയറക്ടർക്ക് കൃത്യമായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ അവർ കൊടുത്തേക്കുന്ന കുറേ എലമെന്റ്സ് ഉണ്ടല്ലോ, ആ കാലഘട്ടത്തിൽ വരാവുന്ന കുറേ എലമെന്റ്സ് എന്ന് വെച്ചാൽ കുറേ കാസറ്റുകൾ, ആ സമയത്തുള്ള കുറേ കാസറ്റുകൾ, ടേപ്പ് റെക്കോർഡറുകൾ, TV, അതുപോലെ തന്നെ കുറേ മാസികകൾ, ആ സമയത്തെ ഓർമ്മപ്പെടുത്തുവാനായിട്ട് ഒരു കാലഘട്ടത്തെ റീക്രിയേറ്റ് ചെയ്യാണ്. അത് കിടിലനായിട്ട് ചെയ്തിട്ടുണ്ട് ആർട്ട് ഡയറക്ടർ. അതുപോലെ തന്നെ പ്രശാന്ത് പിള്ളയുടെ എന്താ പറയുക മ്യൂസിക്. ഇവരിൽ പലവർക്കും പ്രണയം, ലവ് സീൻസ് ഒക്കെ ഉണ്ട്, പ്രണയമുള്ള സീൻസ് ഒക്കെ ഉണ്ട്. അപ്പം ആ സമയത്തൊക്കെ കൊടുത്തിട്ടുള്ള ഒരു മ്യൂസിക് എന്ന് പറയുന്നത് നമ്മളധികം കേട്ടിട്ടില്ലാത്ത ടൈപ്പ്, എന്നാൽ വളരെ സിമ്പിളായിട്ടുള്ള ആ കഥയിനോട് അല്ലെങ്കിൽ ആ സീനിനോട് ബ്ലെൻഡ് ചെയ്തു പോകുന്ന തരത്തിലുള്ള എന്താ പറയുക ബാക്ക്ഗ്രൗണ്ട് സ്കോർ കിട്ടിലനായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ പലരുടെയും പേര് നമ്മൾ ഗൂഗിളിൽ നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്. ഇതിൽ മനോജ് എന്ന് പറയുന്ന നമ്മുടെ മനോജിനെ മാത്രമേ എനിക്ക് ഒരു ഫെയിമായിട്ട് എനിക്ക് മനസ്സിലായിട്ടുള്ളൂ. ബാക്കിയുള്ളവരുടെ പേര് നമ്മൾ ഗൂഗിളിൽ നോക്കിയിട്ടാണ്. മനോജ് എന്ന് പറയുന്നത് നമ്മുടെ മലക്കോട്ടെ വാലിബലിനകത്ത് മോഹൻലാലിൻ്റെ അനിയനെ പോലെ കൂടെ കൊണ്ടു നടക്കുന്ന ആ ക്യാരക്ടർ, മരിച്ചു പോകുന്നൊരു ക്യാരക്ടർ ചെയ്ത മനോജ് ഈ സിനിമയിൽ, ആ മനോജിനെ മാത്രമേ എനിക്ക് അറിയാൻ പാടുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം ഗൂഗിളിൽ തപ്പിയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ നമ്മൾ തപ്പി ഇനി വരും സിനിമകളിൽ, മലയാള സിനിമകളിൽ അവരുടെ പേര് കൃത്യമായിട്ടുണ്ടാകും എന്നുള്ളൊരു ഒരു 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 തോന്നൽ എനിക്ക് സിനിമ കണ്ടപ്പോഴേ. കാരണം അമ്മാതിരി പെർഫോമൻസ് ആണ്. പുതിയ ആളുകൾ എന്നുള്ള രീതിയിൽ യാതൊരു വിധത്തിലുള്ള പകച്ചു നിൽക്കലോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു 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 എന്താ പറയുക ഒരു എനർജി കുറവോ അങ്ങനത്തെ ഒരു പരിപാടിയില്ല. കിട്ടിലായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഈ സിനിമയിൽ എനിക്ക് ഭയങ്കര പോസിറ്റീവായിട്ട് തോന്നിയ മറ്റൊരു കാര്യം, ഇതിലൊരു കഥാപാത്രമുണ്ട്. ആളുടെ പേര് ഞാൻ ഇതിൽ അവരുടെയൊക്കെ പേര് ഒന്നുകൂടി പറയാട്ടോ. അതിന് മുന്നോടിയായിട്ട് ആ കക്ഷിയുടെ പേര് ഇതിനകത്ത് ആരാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഇതിൽ ഭൂരിഭാഗം പേരും ഫിനാൻഷ്യലി ഒരു കുഴപ്പമില്ലാത്ത ഒരു ഒരു കുടുംബത്തിലുള്ള ആളുകളും ഒരാൾ മാത്രം ഇത്തിരി സാമ്പത്തികമായിട്ട് അല്ലെങ്കിൽ ജാതീയമായിട്ട് താഴ്ന്നു നിൽക്കുന്ന ഒരാൾ കൂടിയുണ്ട്. അപ്പോൾ ഇവർ തമ്മിലുള്ളൊരു ഇവർ ഭക്ഷണം കഴിക്കുന്ന രീതിയൊക്കെ അല്ലെങ്കിൽ അവരുടെ ഒരു 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 കുടുംബ പശ്ചാത്തലമൊക്കെ ഇവരെ ഗംഭീരമായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പം നമുക്ക് അതിൻ്റെ ഒരു ഡിഫറൻസ് മനസ്സിലാവും. ഇതിൽ ഈ സിനിമക്കകത്ത് 1-2 സീനിൽ ജാതീയമായി അല്ലെങ്കിൽ സാമ്പത്തികമായി താഴ്ന്നു നിൽക്കുന്ന ഒരു വ്യക്തിയുടെ അയാൾക്ക് കിട്ടുന്ന ഒരു അവഗണനയൊക്കെ ഒരു 1-2 സീനിൽ അവർ ജസ്റ്റ് ഒന്ന് കാണിച്ചു പോയിട്ടുള്ളൂ. പക്ഷേ അവസാനം ക്ലൈമാക്സിലോട്ട് എത്തുമ്പോൾ അയാളുടെ ഉള്ളിലുള്ള ഒരു ഫയർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അയാൾക്ക് ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള എന്താ പറയുക ജാതീയമായിട്ടുള്ള അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടുള്ള അയാൾക്ക് കിട്ടിയിട്ടുള്ള അവഗണനകളുടെ ഒരു ഒരു ഫയർ അയാൾക്ക് ഉള്ളിലുള്ളതുകൊണ്ട് ക്ലൈമാക്സിൽ ഒരു ഞെരിപ്പ് പരിപാടി കാണിച്ചിട്ടുണ്ട്. സിനിമ മൊത്തം പോകുന്നത് ഒരു ചരടിൽ കോർത്ത രീതിയിലാണ് സിനിമ പോകുന്നത്. അധികം ഹൈ മൊമെന്റ് ഇല്ല, എന്നാൽ മുഷിപ്പില്ല, ലാഗൊന്നും ഇല്ലാതെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടി. പിന്നെ ക്ലൈമാക്സിൽ എത്തിയപ്പോൾ ഒരു ഞെരിപ്പങ്ങാടുണ്ട്. ഒരു ക്ലൈമാക്സിൽ ഒരു സ്റ്റേജ് പെർഫോമൻസുമായി ബന്ധപ്പെട്ട് അവിടെയാണ് ഈ പറയുന്ന വ്യക്തിയുടെ ഒരു കിടിലൻ പെർഫോമൻസ്. അവിടെ നമ്മൾ അറിയാതെ കൈയടിച്ച് പോകണം ആ വ്യക്തിക്ക് വേണ്ടി.
സിനിമയിൽ കുറേ ചെറുപ്പക്കാരുടെ എന്താ പറയുക ഡാൻസുമായി ബന്ധപ്പെട്ട് അവർക്ക് പാഷനായിട്ട് എടുത്ത് അത് പഴയ കാലഘട്ടത്തിലായിക്കോട്ടെ പുതിയ കാലഘട്ടത്തിലായിക്കോട്ടെ അവരുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന കുറച്ച് സ്ട്രഗിളുകൾ ഉണ്ടല്ലോ അത് തന്നെയാണ് സിനിമയിൽ ഇവിടെയും കാണിക്കുന്നത്. പക്ഷേ അതിനവർ ഉപയോഗിച്ചിരിക്കുന്ന ഒരു രീതിയും മേക്കിങ്ങും അതുപോലെ തന്നെ മെറ്റീരിയൽസും ഒക്കെ ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്കതൊരു ഫ്രഷ്നസ് പരിപാടിയായിട്ട് നമുക്ക് കാണാൻ പറ്റും. എന്താ പറയുക സ്ക്രീനിൽ മറ്റേ ആമേൻ എന്ന് പറഞ്ഞ മറ്റേ ജോസ് പല്ലിശ്ശേരിയുടെ പ്രൊഡക്ഷൻ ഇത് കാണിക്കുമ്പോൾ തന്നെ നമുക്കൊരു രസം തോന്നും. അങ്ങനെ ടോട്ടലി സിനിമയിൽ എന്താ പറയുക പെർഫോമൻസ് കൊണ്ടും അതുപോലെ തന്നെ എന്താ പറയുക ടെക്നിക്കൽ കൊണ്ടും ഗംഭീരമായിട്ട് നിൽക്കുന്നൊരു സിനിമ. ഇതിൽ അവരുടെ പേര് ഞാനൊന്ന് വായിക്കാം. അനുനാഥ്, അതുപോലെ തന്നെ ഋഷി കൈനിക്കര, സിദ്ധാർത്ഥ് ബി, സുജിത്ത് പ്രഭാകർ, അർജുൻ മണിലാൽ, മനോജിൻ്റെ കാര്യമാണ് ഞാൻ ആദ്യം പറഞ്ഞത്, അപ്പു അഷ്റൈ. അപ്പം ഇത്രയും പേരാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഞങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഇതിൽ ആരൊക്കെ എന്തൊക്കെയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അതിൽ മനോജിനെ മാത്രമേ എനിക്ക് കറക്റ്റ് അറിയാവുന്നുള്ളൂ. പക്ഷേ ഭാവിയിൽ ഇനി വരുന്ന മലയാള സിനിമകളിലൊക്കെ കൃത്യമായിട്ട് രേഖപ്പെടുത്താൻ സാധ്യതയുള്ള ഒരു പേരുകളും മുഖമായിരിക്കുള്ളൂ എന്നുള്ള ഒരു ആത്മവിശ്വാസവും ഒരു ആഗ്രഹമൊക്കെ എനിക്കുണ്ട്. ടോട്ടലി സിനിമ ഗംഭീര പരിപാടിയായിട്ട് എല്ലാവരും പെർഫോമൻസ് കൊണ്ട് ഞെട്ടിച്ചിട്ടുണ്ട്. ടെക്നിക്കൽ വശങ്ങളൊക്കെ ചെയ്തവർക്ക് എല്ലാവരും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത് അൻസാർ ഷാ എന്ന് പറയുന്ന അദ്ദേഹമാണ്. എഡിറ്റ് ചെയ്തിരിക്കുന്നത് കിരൺ ദാസും ദീപു ജോസും. കിരൺ ദാസ് ഓൾറെഡി ഒരുപാട് സിനിമയൊക്കെ എഡിറ്റ് ചെയ്തിട്ടുള്ള കക്ഷിയാണ്. ആ ഒരു സിനിമയുടെ ഒരു ഋതം ഉണ്ടല്ലോ, ഒരു പഴയ ഡിസ്കോ അല്ലെങ്കിൽ അങ്ങനത്തെ ബ്രേക്ക് ഡാൻസ് ടൈപ്പുള്ള ആ ഒരു ഋതം കീപ്പ് ചെയ്തിട്ടുള്ള ഒരു എഡിറ്റിംഗ് ആണ് കിരൺ ദാസും ചെയ്തിട്ടുള്ളത്. ഗംഭീരമായിട്ട് ടെക്നിക്കൽ വശങ്ങളെല്ലാം ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ആ കാലഘട്ടത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടുള്ള കളറിങ്ങും അവരുടെ ഒരു കോസ്റ്റ്യൂമും അതിൽ കോസ്റ്റ്യൂം ഡിസൈനറേയും കൂടി ഉൾപ്പെടുത്തണം കേട്ടോ. നമ്മൾ ആർട്ട് ഡയറക്ടറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഇത് ഗംഭീരമായിട്ട് തന്നെ പിടിച്ചിട്ടുണ്ട്. ഇത് സിനിമ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന 80s കാലഘട്ടത്തിൽ മൈക്കിൾ ജാക്സൻ്റെ ഒക്കെ ഡാൻസിൽ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് പെർഫോമൻസ് കാണുന്നതിലൂടെ അവർക്ക് കിട്ടുന്ന ഒരു ഹൈ ഉണ്ട്. അവർക്കുള്ളിൽ കിട്ടുന്ന ഒരു ഹൈ അവർ എന്താ പറയുക പാഷനാക്കി എടുത്ത് ഡാൻസുമായിട്ട് മുന്നോട്ട് പോകുന്ന പിന്നെ അവരുടെ ലൈഫിൽ സംഭവിക്കാവുന്ന കുറേ കാര്യങ്ങളാണ്. പിന്നെ ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് എടുത്ത് പറയാവുന്ന തരത്തിലുള്ള ഒരു പൊളിറ്റിക്സ് കൂടി സിനിമയിൽ പറയുന്നത്. അത് ആ കാലഘട്ടത്തിലൂടെ പറയുമ്പോൾ അത് കുറച്ചുകൂടി ബിലീവബിൾ ആണ്. എന്താ വെച്ചാൽ ഒരു കാലഘട്ടത്തിൽ ഈ പറയുന്ന ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ മുടി വളർത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ താടി വളർത്തിക്കഴിഞ്ഞാൽ പോലീസ് പിടിച്ചുകൊണ്ട് പോയിട്ട് മുടി വെട്ടിക്കളയുന്ന താടി വടിച്ച് കളയുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. ഇപ്പോൾ അത് നടക്കില്ല. അപ്പോൾ ആ കാലഘട്ടത്തെ അത് ഭയങ്കര ബിലീവബിളായിട്ട് അവർ അവതരിപ്പിച്ചിട്ടുണ്ട്. ആ സീനിലൊക്കെ നമുക്ക് ഒരു മുടി മുറിച്ച് കഴിഞ്ഞാൽ ഇത് ഒന്നും ഉണ്ടാവില്ല എന്നുള്ളൊരു നമുക്കൊരു മുടിയല്ലേ വരാലോ പക്ഷേ അത് ആ സിനിമയിൽ അത് കാണിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഇമോഷൻ പരിപാടി അവരുടെ ചുറ്റും നിൽക്കുന്ന എന്താ പറയുക ഫാമിലിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അവരുടെ ഇമോഷൻ പരിപാടിയൊക്കെ ഗംഭീരമായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു സിനിമയായിട്ട് വീണ്ടും വരാം. ബൈ.